ഇതുപോലുള്ള LED ബൾബുകൾ നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? കംപ്ലൈൻ്റ് ആയിട്ട് മൂലക്കൽ കിടക്കുന്നത്. ഇതെടുത്തിട്ട് നമുക്കിന്ന് നന്നാക്കിയാലോ? എങ്ങനെ ഇത് നന്നാക്കാം എന്നുള്ളത് പഠിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു ഇലക്ട്രോണിക്സ് സർവീസർ അല്ലെങ്കിലും നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റിയ രീതിയിലാണ് പറഞ്ഞുതരാൻ പോകുന്നത്. കുറച്ചൊക്കെ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും നന്നാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി. മാസ്റ്റർ പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വന്നിരിക്കുകയാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളത്, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടെങ്കിൽ കൂടി അതിലേറെ ആളുകൾ ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പല പല ടെക്നിക്കും ട്രിക്കുകളും അതുപോലെ തന്നെ സർവീസുകളൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരാം, നമുക്കറിയാവുന്ന രീതിയിലൊക്കെ കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഗൈസ്, ഇത് രണ്ടുമാണ് നമ്മളെ LED ബൾബുകൾ. ഇത് രണ്ടും കംപ്ലൈൻ്റ് ആയിട്ടുള്ള ബൾബുകളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് കത്തുന്നില്ല. കണ്ടോ, രണ്ടാമത്തതും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇത് അയച്ചു നോക്കാം. ഇത് അയച്ചു നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സാണ് ഊരിയെടുക്കേണ്ടത്. അതിന് ഇവിടെ പശ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പിടിച്ചു നോക്കാം. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് തട്ടി കൊടുക്കുക. ഇതിൻ്റെ ഈ പശട്ട ഭാഗം ഇങ്ങനെ തുറന്ന് കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു അലുമിനിയം ഷീറ്റ് ഇതേപോലെ ഒരു ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് LED ബോർഡാണ്. ഇതിൻ്റെ മറുവശത്ത് ഒരു IC കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ഇത് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാൻ ശരിക്കും മൾട്ടിമീറ്റർ അതുപോലെ കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാൻ പറ്റിയ രീതിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക LEDകൾക്കുള്ള പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഈ ഒരു LED ബൾബുകൾ, ഇതിലിപ്പോൾ 14 LED ബൾബുകളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ കത്താതാവും. അങ്ങനെ വരുമ്പോൾ ആ LED ഏതാണെന്ന് നോക്കിയിട്ട് അത് മാറ്റിയിടാൻ വേണ്ടത്. പക്ഷേ സിമ്പിളായിട്ടുള്ള ചെറിയൊരു മെത്തേഡ് ഞാൻ ഫസ്റ്റായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു LED പോയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ പ്ലഗ് ചെയ്തിട്ട് ഇതിൽ കറണ്ട് കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലുള്ള ഏതെങ്കിലും ഓരോരോ LEDകൾ ഷോർട്ടാക്കി നോക്കുകയാണ് വേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്തൊക്കെ കറണ്ട് ഉണ്ടാവും, ഷോക്ക് അടിക്കും. നിർബന്ധമായിട്ടും കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യാം. കാരണം ഇത് മുഴുവനായിട്ടും ഡയറക്റ്റ് 230 വോൾട്ട് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. അപ്പം നമ്മൾ LED ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു വയർ എടുക്കണം. വയർ എന്ന് പറഞ്ഞാൽ സാധാരണ വയർ തന്നെയാണ്, പക്ഷേ ഇതിന് കോട്ടിങ് വേണം. ഇതേപോലുള്ള സ്ലീവ് കോട്ടിങ്ങുള്ള വയർ എടുക്കുക. വയർ എടുത്തതിന് ശേഷം, കാരണം ഈ ഒരു കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഇതിൽ ഷോക്ക് അടിക്കാൻ സാധ്യത കൂടുതലാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള വയർ എടുക്കുക. നിങ്ങളുടെ റിസ്ക് മാത്രം ചെയ്യുക. എന്നിട്ട് ഓരോ LEDകളും നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കാം. ഇതേപോലെ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുണ്ടോ, ഏത് LED പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ജമ്പർ ഇട്ട് ഈ LEDൻ്റെ ഷോർട്ട് ചെയ്ത് നോക്കുമ്പോൾ കത്തുകയാണെങ്കിൽ ആ LED മാത്രം മാറ്റി വെച്ചാൽ മതി. പക്ഷെ മാറ്റി വെക്കണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് പ്ലഗ് ചെയ്യാൻ പോവാണ്. കറണ്ട് പിടിക്കാതെ നോക്കണം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ, കാരണം കറണ്ട് പിടിക്കാതെ ശ്രദ്ധിക്കേണ്ട കേസാണ്. അപ്പോൾ നമ്മളിവിടെ ഇതേപോലെ വയർ ഇട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഈ വയർ എടുത്തതിന് ശേഷം ഇത് കയ്യിലൊന്നും ഇത് അലുമിനിയം ഷീറ്റുമേലൊക്കെ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അതിലൊന്നും ടച്ച് ചെയ്യാതെ ഓരോരോ LEDകൾ നമുക്ക് ഷോർട്ടാക്കി നോക്കാം. ഇതല്ല, 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 അങ്ങനെയാണോ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണോ നോക്കണമെങ്കിൽ തന്നെ. ഓ ഗൈസ്, ഇതുണ്ടോ, ഈ ബൾബാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ബൾബാണ് ഷോർട്ടിൽ കേട്ടോ. അതാ ഈ കാണുന്ന ഈ ഒരു ബൾബാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ആ LED ബൾബ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വയർ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കണം. എന്തായാലും ഊരെടുക്കാം. ഇത് അയണൊക്കെ ഉള്ള ആളുകൾക്ക് സർവീസ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഇങ്ങനെ ഉള്ള സംഭവം സോൾഡറിങ് അയൺ എന്തെങ്കിലും ഒന്ന് നിർബന്ധമാണ് വീട്ടിലൊന്ന്. നമുക്ക് ഇതേപോലെയുള്ള സർവീസുകളൊക്കെ നടത്താം, ചെറിയ ചെറിയ സർവീസുകളൊക്കെ. അപ്പോൾ സോൾഡറിങ് അയൺ ഉള്ളവർക്ക് ഇതേപോലെ ആ LED ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് ആ ഷോർട്ടാക്കി ഇടാം.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള LED കത്തും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ IN4148 എന്ന് പറയുന്ന ജനറൽ ഡയോഡ് ഉണ്ട്. അത് ഇവിടുന്ന് ഇതിലേക്ക് ജമ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ കൂടുതൽ കാലം അതേപോലെ നിൽക്കും. അല്ലെങ്കിൽ LED മാറ്റാം. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു LED പോയതാണെങ്കിൽ ഇതേപോലെ ജോയിൻ ചെയ്താൽ മതി, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള LED കത്തുട്ടോ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി എങ്ങനെ ഉണ്ട് എന്നുള്ളത്, കത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് നന്നാക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇതൊരു രീതി മാത്രം. ഓക്കെ, അങ്ങനെ ഈ LED ബൾബ് മാറ്റി വെക്കാം. ഇനി അടുത്ത ഈ ഒരു LED ബൾബ് എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഈ ബോർഡ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ എന്നുള്ളത് കേട്ടോ. ഒന്ന് അയച്ചെടുത്ത് നോക്കാം. ഈ ബോർഡ് നമുക്ക് അയച്ചു മാറ്റാം. ഈ ബോർഡിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ 14 LED ഉള്ളത്. ആ LED വർക്ക് ചെയ്യാനുള്ള ബോർഡ് അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇത് അയച്ചു മാറ്റി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ആ ബോർഡിനാണ് കംപ്ലയിൻറ്റ്. അതുകൊണ്ട് തന്നെ അത് നന്നാക്കുന്നത് നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് നമ്മൾ ആ ബോർഡ് അയച്ചു മാറ്റിയിട്ട് ഡയറക്റ്റ് വർക്ക് ചെയ്യുന്ന ബോർഡ് കിട്ടും. ചെറിയ പൈസ ഉള്ളൂ, 15 രൂപ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതാണ്. അത് കണക്ട് ചെയ്യാം. ബോർഡ് അയച്ചു മാറ്റിയതിന് ശേഷം ഈ ഒരു അലുമിനിയം ഷീറ്റ് അവിടെ തന്നെ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ വയറിൽ കണക്ട് ചെയ്യാം. ഈ ഒരു ബോർഡാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഇതിന് 12 വാട്ട്സ് ഈ വലുത്, അതിന് 20 രൂപയും 9 വാട്ട്സിൻ്റെതിന് 15 രൂപയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതിൽ 12 വാട്ട്സിൻ്റെ തന്നെ കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്നും ആ വയറ്, കറണ്ടിൻ്റെ വയറ് അവിടെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. 2 വയറ് ഉള്ളിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് സിമ്പിളായിട്ട് ഇതിൻ്റെ IC ബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിൽ തന്നെയാണ് എല്ലാം വരുന്നത് കേട്ടോ. LED IC ഒക്കെ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ AC കറണ്ട് ഇവിടെ വരുന്നത് ഇതിൽ നിന്നും കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 230 വോൾട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ലൈനും ന്യൂട്രൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങോട്ടും കൊണ്ട് മാറിയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ 2ലേക്കും ഇതേപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ സ്ക്രൂ ചെയ്ത് ഫിറ്റാക്കി വെക്കാം കേട്ടോ. അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ LED ഇതാ റെഡി ആയിരിക്കുകയാണ്. ഈ ബോർഡ് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ 2 ബൾബും നമ്മൾ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. 2 ബൾബ് നമ്മൾ നന്നാക്കി എടുത്തിരിക്കുകയാണ്. ബൾബുകൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 15-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതേപോലുള്ള LED ബൾബുകൾ നന്നാക്കി എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓ ഗൈസ്, അങ്ങനെ നിങ്ങൾ പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കിഡിലും വീഡിയോസൊക്കെ വീണ്ടും നിങ്ങൾക്കായിട്ട് ഇറക്കി തരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇറക്കാൻ കഴിയുള്ളൂ. മാക്സിമം വ്യൂവേഴ്സാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു കിഡിലും വീഡിയോ വീണ്ടും കാണാം. ബൈ.